കൊട്ടിയൂരിലെ ഇത്രയധികം ചാരം എവിടെ പോകുന്നു? ഭസ്മപ്രിയനായ മഹാദേവനും കൊട്ടിയൂർ തിടപ്പള്ളിയിലെ ചാരവും. ശിവകഥകളിൽ ഭസ്മത്തിന് പരമപ്രധാനമായ ഒരു സ്ഥാനമാണ് ഉള്ളത്. വിഷ്ണു ഭഗവാൻ അലങ്കാരപ്രിയനാകുമ്പോൾ മഹാദേവൻ ഭസ്മപ്രിയനാണ്. സർവപ്രപഞ്ചവും ഒടുവിൽ വെണ്ണീറായി മാറുമെന്ന പരമമായ സത്യമാവാം മഹാദേവൻ്റെ തിരുനെറ്റിയിലെ ശരീരത്തിലും കാണുന്ന ഭസ്മലേപനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മഹാദേവൻ്റെ ഈ ഭസ്മപ്രിയം ഒന്നുകൊണ്ടു തന്നെയാകാം അക്കരെ സന്നിധാനത്തെ തിടപ്പള്ളിയിലെ അടുപ്പിൽ നിന്നും ചാരം നീക്കാൻ ആർക്കും അനുവാദമില്ല. സന്നിധാനത്ത് മണിത്തറയ്ക്ക് വടക്കുഭാഗത്തുള്ള തിടപ്പള്ളിയിലാണ് ബ്രാഹ്മണർ അതീവ ശുദ്ധിയോടെ നൈവേദ്യങ്ങൾ പാകം ചെയ്യുന്നത്. വൈശാഖ മഹോത്സവ കാലത്ത് ടൺ കണക്കിന് വിറകാണ് ഇവിടെ കത്തി ചാമ്പലാകുന്നത്. എന്നാൽ അവിടെ നിന്നും ചാരം നീക്കം ചെയ്യാൻ ആർക്കും അനുവാദമില്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ അടുപ്പ് ചാരം കൊണ്ട് നിറയേണ്ടതല്ലേ? എന്നാൽ ഇവിടെ ചാരം കുന്നുകൂടാറില്ല. നിവേദ്യം പാകം ചെയ്യാൻ ബുദ്ധിമുട്ട് വരാത്ത വിധം വളരെ മിതമായ അളവിൽ മാത്രമേ എന്നും അവിടെ ചാരം കാണപ്പെടുകയുള്ളൂ. ബാക്കി ചാരമെല്ലാം എങ്ങോട്ട് പോകുന്നു എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ദിവ്യ രഹസ്യമാണ്. എന്നാൽ കൊട്ടിയൂരിൽ വൈശാഖോത്സവം നടക്കുന്ന ഈ പുണ്യമാസത്തിൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ ചാരത്തിൻ്റെ അളവ് സാധാരണയേക്കാൾ വളരെ കൂടുതലായി കാണപ്പെടാറുണ്ടത്രേ. കൊട്ടിയൂർ തിടപ്പള്ളിയിലെ ഈ ചാരവിസ്മയത്തിന് പിന്നിൽ ഭക്തർ വിശ്വസിക്കുന്ന മനോഹരമായ പുരാവൃത്തമുണ്ട്. സതീദേവി എരിഞ്ഞടങ്ങിയ യോഗാഗ്നിയിലെ ചാരം സ്വന്തം ശരീരത്തിൽ വാരിപ്പൂശി വിരഹദുഃഖം അടക്കിയ മഹാദേവന്റെ സന്നിധാനമാണ് കൊട്ടിയൂർ. സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം സങ്കടവും ക്രോധവും സഹിക്കാനാവാതെ ദേവിയുടെ ഭൗതിക ശരീരവും പേറി താണ്ഡവമാടിയ മഹാദേവനെ ശാന്തനാക്കാൻ വിഷ്ണു ഭഗവാൻ സുദർശന ചക്രത്താൽ സതിയുടെ ദേഹം ഖണ്ഡിച്ചു മാറ്റിയ കഥ പുരാണങ്ങളിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരുടെ ശരീരം നഷ്ടപ്പെട്ട ഭഗവാൻ സതി ഒടുവിൽ എരിഞ്ഞടങ്ങിയ ആ യോഗാഗ്നിയിലെ ചാരം വാരി സ്വന്തം ദേഹമാസകലം പൂശി വിരഹദുഃഖം അടക്കി എന്നാണ് വിശ്വാസം. ഇന്നും കൊട്ടിയൂരിൽ വൈശാഖോത്സവ കാലത്ത് യാഗരക്ഷയ്ക്കായി സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ എത്തുന്നു എന്നാണ് വിശ്വാസം. യാഗഭൂമിയിൽ കുമിഞ്ഞുകൂടുന്ന ചാരം മഹാദേവനെ അസ്വസ്ഥപ്പെടുത്തുമെന്ന് അറിയാവുന്ന വിഷ്ണുദേവൻ തിടപ്പള്ളിയിലെ ചാരം ശിവഭൂതഗണങ്ങളുടെ സഹായത്താൽ ഭസ്മപ്രിയനായ പരമശിവന്റെ സാന്നിധ്യമുള്ള തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിലേക്ക് മാറ്റുന്നതാകാം എന്നാണ് വിശ്വാസം.